നസ്കർ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും സർവാധികാരികളായിരിക്കുന്ന സർവാധിപത്യ പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ അവർക്ക് മതത്തെയും മതവിശ്വാസത്തെയും കണ്ടുകൂടാ. ആരെങ്കിലും മതത്തിൽ വിശ്വസിക്കുകയോ ദൈവത്തിൽ വിശ്വസിക്കുകയോ ചെയ്താൽ CPIMകാർ പറയുന്ന നുണ അവർ വിശ്വസിക്കാതെ വരും എന്ന് ഭയന്ന് ദൈവത്തെയും മതത്തെയും ഇല്ലാതാക്കാൻ കിട്ടുന്ന അവസരമൊക്കെ അവർ മുതലെടുക്കും. അമ്പലത്തിൽ പോയാൽ അപ്പോൾ തന്നെ അച്ചടക്ക നടപടി എന്നതാണ് CPIMൻ്റെ നയം. അതുകൊണ്ടാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്ത് വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലയുറപ്പിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ദേവസ്വം ബോർഡിൻ്റെയും നിലപാടിന് വിരുദ്ധമായി പിണറായി വിജയനും കൂട്ടരും യുവതികളെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. പിണറായി സർക്കാരിൻ്റെയും പിണറായി നിയോഗിച്ച ദേവസ്വം ബോർഡിൻ്റെയും തലതിരിഞ്ഞ നിലപാടായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്ക് എതിരായി സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കാൻ കാരണം. സുപ്രീം കോടതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സ്ത്രീകൾ അടക്കമുള്ള വിശ്വാസികൾ ഇതിനെതിരെ രംഗത്ത് വരുമെന്ന്. പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോൾ സ്വന്തം വിധി പുനഃപരിശോധിക്കാമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുന്നു. 7 വർഷത്തിന് ശേഷം പുനഃപരിശോധനയുടെ തീയതി പ്രഖ്യാപിക്കുന്നു. ഈ വരുന്ന 2 മാസത്തിനിടയിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകും. അതിൻ്റെ പ്രാഥമിക വാദം ഇന്നലെ സുപ്രീം കോടതി കേട്ടു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു. ഈ നീക്കം അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായത് CPIM എന്ന ജനവിരുദ്ധ മതവിരുദ്ധ ദൈവവിരുദ്ധ പാർട്ടിക്കും അവർ ഭരിക്കുന്ന ഈ സർക്കാരിനുമാണ്. 2018 അവരുടെ നെറികേടിന് കഴിഞ്ഞ 7 വർഷവും അവർ ദുരിതവും ദുരന്തവും അനുഭവിച്ചിട്ടും ഇപ്പോൾ തലയൂരാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ട് കിടന്നിട്ടും അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയാനോ ആത്മാർത്ഥതയോടെ തെറ്റുതിരുത്താനോ ധൈര്യമില്ല. ആ പാർട്ടിയെ കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെയൊരു തീരുമാനവുമായി സുപ്രീം കോടതിയെ കൊണ്ട് അയ്യപ്പൻ തീരുമാനമെടുപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഈ വരുന്ന മാർച്ച് 14 മുൻപ് ഓരോ കക്ഷികളും അവരുടെ നിലപാട് സത്യവാങ്മൂലമായി സമർപ്പിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡുമാണ്. അവരുടെ നിലപാട് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്നായിരുന്നു. ആ നിലപാടിൻ്റെ വിജയമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അത് പുനഃപരിശോധിക്കണമെന്ന ഹർജി വരുമ്പോൾ സ്വാഭാവികമായും ആ പുനഃപരിശോധിക്കണം എന്ന ഹർജിയെ തന്നെ CPIM എതിർക്കേണ്ടതുണ്ട്. അതിനുള്ള നട്ടല് ഈ പാർട്ടിക്കോ സർക്കാരിനോ ഇല്ല, ഉളുപ്പും ലവലേശമില്ല. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ നേരത്തെ തന്നെ തീരുമാനിച്ച 2 അമിക്കസ് ക്യൂറിമാരെ സുപ്രീം കോടതി സ്ഥിരീകരിക്കുന്നു. ഒപ്പം 2 നോഡൽ ഓഫീസർമാരെ കൂടി നിയമിക്കാൻ സുപ്രീം കോടതി തീരുമാനമെടുക്കുന്നു. കാരണം 2 മാസം കൊണ്ട് വാദം പൂർത്തിയാക്കണം. 14-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും സത്യവാങ്മൂലം കൊടുക്കണം. 7-ാം തീയതി വാദം തുടങ്ങണം. ഓരോ ദിവസങ്ങളിലും അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കുമൊക്കെ സമയമുണ്ട്. 22-ാം തീയതി അമിക്കസ് ക്യൂറിയുടെ വാദമാണ്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി വെച്ചപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി 2 കക്ഷികളെയും, അതായത് നിരവധി കേസുകളുണ്ട്, 67 കേസുകളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട്. അതിൽ 2 വാദങ്ങളാണ്. ഒന്ന് യുവതികൾ പ്രവേശിക്കണം, 2 യുവതികൾ പ്രവേശിക്കണം. അതുകൊണ്ട് 2 കക്ഷികളെയും, അതായത് 2 വാദത്തെയും അനുകൂലിക്കുന്ന ഓരോരുത്തരെ നോഡൽ ഓഫീസർമാരായി നിയോഗിക്കാൻ തീരുമാനിച്ചു. അതായത് യുവതികൾ പ്രവേശിക്കണമെന്ന് വാദിക്കുന്നവർക്ക് ഒരു നോഡൽ ഓഫീസർ, യുവതികൾ പ്രവേശിക്കരുത് എന്ന് വാദിക്കുന്നവർക്ക് മറ്റൊരു നോഡൽ ഓഫീസർ. 2 മുതിർന്ന അഭിഭാഷകരെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാദം ക്രോഡീകരിക്കാൻ എളുപ്പമാണ്. അനേകം കക്ഷികൾ ഇതിലുള്ളതുകൊണ്ട് അവരുടെ വാദം ക്രോഡീകരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അനുകൂലിക്കുന്നവരുടെ ഒരാളെയും പ്രതികൂലിക്കുന്ന ഒരാളുടെയും പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകൻ മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയുമായ വി ഗിരി പറഞ്ഞു നീഷ രാജൻ ഷെങ്കാറെ ഈ നോഡൽ ഓഫീസർമാരിൽ ഒരാളാക്കണമെന്ന്. സുപ്രീം കോടതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ കൗൺസിലാണ് നീഷ രാജൻ ഷെങ്കാറെ. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതുന്നത് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്ന് വാദിക്കുന്നവരുടെ പ്രതിനിധിയായി നീഷ രാജൻ നോഡൽ ഓഫീസർ ആകണമെന്നാണ്.
എന്നാൽ സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന വക്കീലുണ്ട്, ജയ്ദീപ് ഗുപ്ത. ജയ്ദീപ് ഗുപ്തയാണ് സർക്കാരിന് വേണ്ടി ഇന്നലെ കോടതിയിൽ വന്നത്. ജയ്ദീപ് ഗുപ്ത സുപ്രീം കോടതിയോട് പറഞ്ഞു, ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ നോഡൽ ഓഫീസറായി ദയവായി നീഷ രാജിനെ നിയോഗിക്കരുതേ. നോക്കൂ, സുപ്രീം കോടതി സ്വാഭാവികമായും ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട് നോക്കി അനുകൂലിക്കുന്നവരുടെ നോഡൽ ഓഫീസറായി നീഷ രാജിനെ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനായ ജയ്ദേവ് ഗുപ്ത പറയുന്നു, അയ്യോ അത് വേണ്ട, ആ പണി തരരുതേ. സുപ്രീം കോടതി കാരണം ചോദിച്ചു. ജയ്ദേവ് ഗുപ്ത പറഞ്ഞു, സംസ്ഥാന സർക്കാർ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ നിലപാട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി അനുകൂലിക്കുന്നവരുടെ നോഡൽ ഓഫീസർ ആവണ്ട. എന്തൊരു നാണം കെട്ട മലക്കം മറച്ചില്ലെന്ന് നോക്കൂ. അതായത് ഇതുവരെ ശബരിമലയിൽ യുവതികളെ കയറണമെന്ന് ഘോരഘോരം പ്രസംഗിച്ച് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കി അത് നടപ്പിലാക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പോലീസിനെ നിയോഗിച്ച് വിശ്വാസികളെ കിട്ടാത്തത് കൊണ്ട് സ്ത്രീ നാമധാരികളായ ചില അരാജകവാദികളെ കെട്ടിയെഴുന്നള്ളിച്ച് അവിടെ കൊണ്ടെത്തിച്ച് ഇതെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ച് അതിന് ജനപിന്തുണ കിട്ടുന്നതിന് വേണ്ടി വനിതാ മതിൽ കെട്ടി നാടുനീളെ അയ്യപ്പ വിദ്വേഷം പ്രസംഗിച്ച് നടന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന്. ഈ നാണം കെട്ട അവസ്ഥ അയ്യപ്പനെ പേടിച്ച് തന്നെയാണ്, അയ്യപ്പൻ കൊടുത്തിരിക്കുന്ന പണിയിൽ ഭയന്ന് തന്നെയാണ് എന്ന് തീർച്ച. ഇതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലുള്ള പലരുടെയും ചാഞ്ചാട്ടം. ഏറ്റവും ലജ്ജാകരമായ ചാഞ്ചാട്ടം നടത്തിയിരിക്കുന്ന മറ്റൊരാൾ വെള്ളാപ്പള്ളി നടേശനാണ്. അന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സ് നീറുന്ന തരത്തിൽ നിലപാടെടുത്ത ഒരാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനായിരുന്നു പിണറായിയുടെ ഇടതും വലതും മാറി മാറി നിന്ന് യുവതീ പ്രവേശനത്തിന് വേണ്ടി മതിൽ കെട്ടാൻ മുമ്പിൽ നിന്നത്. ശിവഗിരി തീർത്ഥാടനത്തെ പോലും അട്ടിമറിക്കാൻ തീർത്ഥാടന ദിവസം മതിൽ കെട്ടാൻ വേണ്ടി പിണറായിക്ക് കുടപിടിച്ച വഷളനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ ഭക്തർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ സമയത്തെ നടേശൻ മുതലാളി നടത്തിയ ചതിയും വഞ്ചനയും. ആ മുതലാളി ഇപ്പോൾ പറയുക SNDPയുടെ നിലപാട് യുവതികൾ പ്രവേശിക്കരുതേ എന്നാണെന്ന്. എന്നു മുതലാണ് ഈ ബാർ മുതലാളിക്ക് ഇങ്ങനെയൊരു തിരിച്ചറിവുണ്ടായത്? അന്ന് അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട വിശ്വാസികൾ തെരുവിൽ അടികൊണ്ടപ്പോൾ അവരെ പരിഹസിക്കാൻ വേണ്ടിയും അവരെ അപമാനിക്കാൻ വേണ്ടി മതിൽ കെട്ടാൻ ശിവഗിരി തീർത്ഥാടനത്തെ പോലും അട്ടിമറിച്ച് രംഗത്തിറങ്ങിയ ആളാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് നേരം വെളുത്തത് കൊണ്ടല്ല, പിണറായി നിലപാട് മാറ്റിയത് കൊണ്ടാണ് ഈ രോഗബാധ. ഏറ്റവും നിരാശാജനകം NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടിലാണ്. സുകുമാരൻ നായരായിരുന്നു ഏറ്റവും ആത്മാർത്ഥമായി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ചത്. സുകുമാരൻ നായരുടെ ആത്മാർത്ഥതയെ ആർക്കും ഒരു സംശയവും ഒരു കാലത്തും അനുഭവപ്പെട്ടില്ല. അത്ര സത്യസന്ധമായി ഭക്തൻ എന്ന നിലയിൽ നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ തൻ്റെ വീഴ്ച മറച്ചു വയ്ക്കാൻ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം എന്ന തട്ടിക്കൂട്ട് പരിപാടിയുമായി എത്തിയപ്പോൾ കൈ കൊടുത്ത് സ്വയം ഇളിഭ്യനായി സുകുമാരൻ നായർ. ഇന്നിപ്പോൾ സുകുമാരൻ നായർ പറയുന്നു, സർക്കാർ നിലപാട് തിരുത്തണം, സർക്കാർ സത്യവാങ്മൂലം കൊടുത്തണം, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് മൂക്കിൽ കയറ്റി തരുമെന്ന്. സുകുമാരൻ നായരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ദൈവവിരുദ്ധനായ ഭരണാധികാരിക്കൊപ്പം കൈകൊടുത്തതോടെ സുകുമാരൻ നായരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നായരിപ്പോൾ വീണ്ടും വിഷ്ണുലോകമാക്കാൻ എത്ര ശ്രമിച്ചാലും വിശ്വാസികളുടെ മനസ്സിലുണ്ടായ വേദന മറക്കില്ല. അയ്യപ്പനെ അപമാനിക്കാൻ നേതൃത്വം കൊടുത്ത, അയ്യപ്പനെ അപമാനിക്കാൻ മതിൽ കെട്ടിയ, അയ്യപ്പനെ അപമാനിക്കാൻ സ്ത്രീ വേഷധാരികളെ കെട്ടിയെഴുന്നള്ളിച്ച പിണറായി വിജയനോട് പൊറുക്കാൻ യഥാർത്ഥ ഭക്തർക്ക് ഒരിക്കലും കഴിയില്ല. പിണറായിയുടെ ഭരണം അവസാനിച്ചതുകൊണ്ട് ഈ കേരളം കടലിലേക്ക് മുങ്ങിപ്പോകുമെന്ന് കണ്ടാലും ഇതുപോലെ ഭഗവാനെ അപമാനിച്ച ദുഷ്ടത്തരം കാണിച്ച ഒരാൾക്ക് ഒരു വിശ്വാസിക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല. അയാളോട് സന്ധി ചെയ്ത് അയാൾക്ക് കൈകൊടുത്ത സുകുമാരൻ നായർ എന്തു പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും ജനങ്ങളുടെ മനസ്സിലേറ്റ വേദനയും മുറിവും മായുകയില്ല.